ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് യുവ കർഷകരായ ബിജുവും സലീമും. ഇടുക്കി പൂപ്പാറ സ്വദേശികളായ ഇരുവരും തരിശായിരിക്കുന്ന 1.5 ഏക്കർ സ്ഥലത്താണ് നൂറുമേനി വിളിയിച്ചത്. ഇടുക്കി പൂപ്പാറയിലെ കർഷകരായ ബിജു, സലീം എന്നിവരാണ് 1.5 ഏക്കർ സ്ഥലത്ത് നടത്തിയ ബീൻസ് കൃഷി മികച്ച വിജയമായത്. പൂർണ്ണമായും തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയാണ് വിത്തിറക്കിയത്. കൊടക്കനാലിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള 15 കിലോ വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. കൃത്യമായ ഇടവേളകളിൽ വളവും വെള്ളവും നൽകി പരിപാലിച്ച ബീൻസ് 3 മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമായി. അപ്പോൾ ഞാൻ വിത്ത് മേടിച്ച സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവർ സൂപ്പറായിട്ട് ചെയ്തേക്കുക, എന്നാൽ പിന്നെ നമുക്കും അങ്ങ് ചെയ്തേക്കാം എന്നൊരു തോന്നലിൽ കൂടെ ആദ്യത്തെ ഒരു 1/2 അടിയോളം നമ്മൾ താത്തി കളച്ച് തപ്പൊക്കെ മാറ്റി പിന്നെ വിത്തിട്ട് കഴിയുമ്പോഴത്തേനും ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേനും ഇവൻ മുളച്ച് റെഡിയായി വന്നു. 10 ദിവസം ആയപ്പോഴത്തേനും ആദ്യത്തെ വളം കൊടുത്തു. പിന്നെ അങ്ങനെ നിസ്സാര ഒരു ഇത് മാത്രമേ ഉള്ളൂ. വളരെ ലാഭകരമാണ് സത്യത്തിൽ ഇത്. പ്രാദേശിക വിപണിയിൽ കിലോയ്ക്ക് 80 രൂപ നിരക്കിലാണ് ബീൻസ് വിറ്റഴിക്കുന്നത്. ശാന്തമ്പാറ കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് കർഷകർ കൃഷി നടത്തിയത്. വിത്ത് നട്ടത് മുതൽ വിളവെടുപ്പ് വരെയും കൃഷിയുടെ പരിപാലനത്തിന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കൃത്യമായ ഫീൽഡ് ഇൻസ്പെക്ഷനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും, അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എല്ലാത്തിനെയും കുറിച്ചും വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ ആഴ്ചയിലും വന്ന് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരമ്പരാഗത രീതികളോടൊപ്പം ശാസ്ത്രീയ മാർഗങ്ങൾ ചേർത്ത് കൃഷി നടത്തിയതും മണ്ണിന്റെ കഴിവും കാലാവസ്ഥയും കുറിച്ചുമുള്ള വ്യക്തമായ ധാരണയുമാണ് വിജയത്തിന് കാരണമായത്. കൃഷി വിജയമായതോടെ കൂടുതൽ കർഷകർ ബീൻസ് കൃഷിയിലേക്ക് തിരിയുമെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രതീക്ഷ. ആദ്യ മുതൽ മുടക്ക് മാത്രമാണ് കർഷകർക്ക് വെല്ലുവിളി. ബീൻസ് പടരുന്നതിനായി പന്തലൊരുക്കുന്ന ജോലിയും ഇതിന് വരുന്ന മുതൽ മുടക്കുമാണ് വലിയ ചെലവ് വരുന്നത്. 2ാം ഘട്ടം മുതൽ ഇരട്ടി ലാഭം നേടുവാൻ സാധിക്കുമെന്നും കർഷകർ പറയുന്നു. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പൈസ വരുന്നുള്ളൂ, ബാക്കി കമ്പിയുടെ പൈസ വരുന്നില്ല. ഒരു 8-9-6-7 ദിവസം ആകുമ്പോഴത്തേനും ഇത് മുള പൊട്ടും. അന്നേരം തന്നെ നമ്മൾ വളം കൊടുക്കണം. ഒരു 2 ഇലയാകുമ്പോഴത്തേക്കും ഒരു ഇലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കൊടുക്കണം, ശേഷം വളം കൊടുക്കണം. ഒരു 3ാമത്തെ ഇല വരുമ്പോഴത്തേനും ഇവനെ വട്ടം കണ്ടിച്ചു വിടുക. ഒരു വിത്തിൽ നിന്ന് നമുക്ക് 6 വള്ളി വന്നു. അപ്പം ഇത് ചാക്കുന്നില്ല, ഇതിൽ കെട്ടി നമ്മൾ കയറ്റി വിടുന്നു. അപ്പോൾ അത്രയും കൂടെ വിളവ് കൂടുതൽ കിട്ടുന്നു. ഇത് ലാഭമാണ്. 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബീൻസ് കൃഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളുമായി കർഷകർ മുന്നോട്ട് പോകുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.